ഇന്നലെ ഒരു നാടകം നടത്തി കണ്ണൂർ ആരോഗ്യമന്ത്രി. സത്യത്തിൽ ഓസ്കാർ അവാർഡിന് ശുപാർശകൾ. ഉർവശി അവാർഡൊന്നും പോരാ, ഉർവശി അവാർഡ് പോരാ, ഓസ്കാർ അവാർഡിൽ എന്തൊരു അഭിനയമായിരുന്നു. പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ അധിക്ഷേപിച്ച വീണ ജോർജ് എന്ന ആരോഗ്യമന്ത്രിയെ കേരളത്തിലെ അവസാനത്തെ കോൺഗ്രസിന്റെ ആരോഗ്യമന്ത്രിയായിരുന്ന DS ശിവകുമാറിന്റെയും ഭരണം നമുക്കൊന്ന് താരതമ്യം ചെയ്താൽ, ആദ്യം DS ശിവകുമാർ കേരളത്തിലെ ആരോഗ്യ മേഖല ഭരിച്ച കാലത്തെ ചില സർവ്വസാധാരണമായ വാർത്തകൾ എല്ലാവരും ഒന്ന് കേട്ടുനോക്കിയേ. സംസ്ഥാന സാമ്പത്തിക പ്രതിസന്ധിയിലായിരിക്കെ നമ്മുടെ മന്ത്രിമാരുടെ ധൂർത്തിന് ഒരു കുറവുമില്ല. സർക്കാർ ചെലവിൽ 6 ഡ്രൈവർമാരെ വെച്ച മന്ത്രിമാരുണ്ട് കേരളത്തിൽ. മന്ത്രി VS ശിവകുമാറിന്റെ കാർ ഓടിക്കാനാണ് 6 ഡ്രൈവർമാർ. അനാഥരും അവശരുമായ രോഗികളെയും മൃതദേഹങ്ങളോടൊപ്പം കിടത്തിയ സംഭവം പുറത്തു വന്നതിനെ തുടർന്ന് അന്വേഷണ വിധേയമായ 2 ജീവനക്കാരെ ജില്ലാ മെഡിക്കൽ ഓഫീസർ സസ്പെൻഡ് ചെയ്തിരുന്നു. തുടർന്നാണ് ഇന്ന് രാവിലെ ആരോഗ്യമന്ത്രി VS ശിവകുമാർ ആശുപത്രി സന്ദർശിച്ചത്. ഡോക്ടർമാരും വേണ്ടത്ര ജീവനക്കാരുമില്ലാതെ കിടക്കുകയാണ് സംസ്ഥാനത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം മുതൽ ജില്ലാ ജനറൽ ആശുപത്രികൾ വരെ. മണിക്കൂറുകൾ ക്യൂ നിന്ന് ഒടുവിൽ ഡോക്ടറെ കാണാൻ കഴിയാതെ മടങ്ങേണ്ട സ്ഥിതിയാണ് രോഗികൾക്ക്. ആശുപത്രികളിലെ ഗ്രേഡ് ഉയർത്തുന്നുണ്ടെങ്കിലും അതിനനുസരിച്ച് നിയമനങ്ങൾ നടത്താത്തതാണ് പ്രശ്നം. എന്തായിരുന്നു VS ശിവകുമാർ എന്ന കോൺഗ്രസ് നേതാവ് ആരോഗ്യമന്ത്രി ആയിരുന്നപ്പോൾ ഉള്ള അവസ്ഥ എന്ന് ഒരു ഏകദേശ ധാരണ കിട്ടിയാൽ, തകരാൻ ഒരു സിസ്റ്റം പോലും ഇല്ലാതിരുന്ന ആരോഗ്യ മേഖലയായിരുന്നു അന്ന് നമ്മുടെ കേരളത്തിൻ്റെത്. ഇനി വീണ ജോർജിന്റെ ഊഴമാണ്. വീണ ജോർജ് ആരോഗ്യമന്ത്രിയായ ശേഷം അത്ര പ്രാധാന്യം നൽകാതെ കേരളത്തിലെ ന്യൂസ് ചാനലുകൾ നൽകിയ ചില വാർത്തകൾ കൂടി ഒന്ന് കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് കാര്യങ്ങളുടെ ഇരിപ്പ് വശം മനസ്സിലാവും. അത്യാധുനിക സൗകര്യങ്ങളുടെ കൊച്ചിയിൽ നിർമ്മിച്ച കൊച്ചിൻ ക്യാൻസർ റിസർച്ച് സെന്റർ ഇന്ന് മുഖ്യമന്ത്രി നാടിന് സമർപ്പിക്കുന്നു. ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ക്യാൻസർ സെന്റർ ഉദ്ഘാടനം ചെയ്യും. റോബോട്ടിക് സാങ്കേതിക വിദ്യയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംവിധാനത്തോടും കൂടിയാണ് കൊച്ചിയിലെ ക്യാൻസർ സെന്റർ പ്രവർത്തിക്കാൻ പോകുന്നത്. പൊള്ളൽ ഉൾപ്പെടെയുള്ള ഗുരുതര പരിക്കുകൾ സംഭവിക്കുന്നവർക്ക് ചർമ്മം വെച്ചുപിടിപ്പിച്ച് അണുബാധ ചെറുക്കാനും മരണസാധ്യത കുറയ്ക്കാനും ലക്ഷ്യമിട്ട് സംസ്ഥാനത്ത് ആദ്യമായി സ്കിൻ ബാങ്ക് ആരംഭിക്കുന്നു. രാജ്യത്തിന്റെ ഹൃദയം തൊടുകയാണ് കൊച്ചി. ആദ്യമായി സർക്കാർ ജനറൽ ആശുപത്രിയിൽ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടക്കാൻ പോവുകയാണ്. എറണാകുളം ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലുള്ള നേപ്പാൾ സ്വദേശിനിയായ 22-കാരിക്കാണ് മസ്തിഷ്ക മരണം സംഭവിച്ച കൊല്ലം ചിറക്കര സ്വദേശി ഷിബുവിന്റെ ഹൃദയം മാറ്റിവെക്കുക. ഇനി നിങ്ങൾ തീരുമാനിക്കുക, സർക്കാർ ആശുപത്രികളെ ഹൈടെക് ആക്കിയ LDF പറയുന്നത് വിശ്വസിക്കണോ, അതോ സർക്കാർ ആശുപത്രികളെ തങ്ങൾ ഭരിച്ചപ്പോൾ തകർത്ത സതീശനും കൂട്ടരും പറയുന്ന നുണ വിശ്വസിക്കണോ എന്ന്. ഓർക്കുക, ഒരു ശിവകുമാർ കോൺഗ്രസ് കാലം ആരോഗ്യ മേഖലയിൽ തിരിച്ചു വന്നാൽ എല്ലാം പഴയതുപോലെയാകാൻ വലിയ നേരമൊന്നും വേണ്ട. സോ മലയാളികളെ സൂക്ഷിക്കുക.